അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 50 ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് 81 82 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിലെ പേജ് നമ്പർ 51 എടുക്കുക. അതിൽ എന്താണ് ഒന്നാമത്തെ ചോദ്യം? എ റിബൺ 14.5 centimeters long is cut into 2 equal parts. അതായത് 14.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു റിബൺ എന്ത് ചെയ്തു? 2 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അങ്ങനെയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും എത്ര നീളം ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ കുറേ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റിബണിൻ്റെ നീളം അല്ലേ 14.5 സെന്റിമീറ്റർ, അതാദ്യം നമുക്ക് എഴുതാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ, അതായത് നാടയുടെ ആകെ നീളം എത്രയാണ്? 14.5 അല്ലേ, 14.5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് എ പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയായിരിക്കും? 14.5 നീളമുള്ള ഒരു നാടയെ എത്ര കഷ്ണങ്ങളാക്കി? ബൈ 2 കഷ്ണങ്ങളാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാലോ, 14.5 ബൈ 2 എന്ത് ചെയ്യും? ഇൻറ്റു 1/2 അല്ലേ. അപ്പം അങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ 14.5 ഫ്രാക്ഷൻ ആക്കണം അല്ലേ. അപ്പോൾ 14.5 എന്ത് ചെയ്യണം? 145 ബൈ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത് അല്ലേ, അപ്പോൾ ബൈ 10. അപ്പോൾ 14.5 നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇൻറ്റു 1/2. ഇനി നാം എന്താണ് ചെയ്യാറ്? 145 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 145 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 145 ഹരിക്കണം 2, 1 പോകില്ല, 14 7 പ്രാവശ്യം. അപ്പോൾ 7 × 2 14. ഇനി ബാക്കി 5 ഇറക്കിട്ടു. 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം അല്ലേ. 2 × 2 4. ബാക്കി 1. നമ്മൾ 0 ചേർത്തു, പോയിന്റ് ഇട്ടു. എത്ര പ്രാവശ്യം? 10 2 5 പ്രാവശ്യം അല്ലേ. 5 × 2 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 72.5 കിട്ടി അല്ലേ. അപ്പോൾ 2നെ നമ്മൾ 145 2 കൊണ്ട് 145 ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 72.5 കിട്ടി. ഇനി എന്ത് വേണം നമുക്ക്? 72.5 ബൈ 10 അല്ലേ, ബൈ 10. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു പോയിന്റ് കൂടി ഇങ്ങോട്ട് നീക്കിയിടാം. അപ്പോൾ 7.25 സെന്റിമീറ്റർ. നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 meters? അതായത് 20.5 മീറ്റർ പെരിമീറ്റർ, അതായത് ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു സൈഡിന്റെ നീളം എത്ര മീറ്റർ ആണ്? അപ്പോൾ ഒരു സമചതുരം അല്ലേ, ഒരു സമചതുരം. ഈ സമചതുരത്തിന്റെ എന്ത് തന്നിട്ടുണ്ട്? ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അതെത്രയാണ്? 20.5 മീറ്റർ പെരിമീറ്റർ, അതായത് ചുറ്റളവ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു സൈഡിന്റെ നീളം എത്രയായിരിക്കും അല്ലേ. അപ്പോൾ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശങ്ങളും ഈക്വൽ ആയതാണ് സമചതുരം അല്ലേ. അപ്പോൾ നമുക്ക് ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും കൂടി കൂട്ടിയാലാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുക, ചുറ്റളവ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചുറ്റളവിനെ നാം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വശത്തിന്റെ നീളം കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ചതുരത്തിന്റെ ചുറ്റളവ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. പെരിമീറ്റർ ഓഫ് സ്ക്വയർ, അതായത് ചതുരത്തിന്റെ ചുറ്റളവ്. എത്രയാണ് ചതുരത്തിന്റെ ചുറ്റളവ്? 20.5 മീറ്റർ അല്ല, 20.5 മീറ്റർ ആണ് ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് എ സൈഡ്, ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? 20.5നെ നാം എന്ത് ചെയ്യണം? 4 സൈഡ് ഉണ്ട്, ഈക്വൽ ആയിട്ടുള്ള 4 സൈഡ് ഉണ്ട്, അതുകൊണ്ട് ബൈ 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യാം? 20.5 ബൈ 4നെ ഇൻറ്റു 1/4 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതാം അല്ലേ. അപ്പോൾ 20.5 എങ്ങനെ മാറ്റും? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കമാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 205 ബൈ 10. അപ്പോൾ ഇതിനെ മാറ്റി എഴുതി ഇൻറ്റു 1/4. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ. ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 205നെ നമുക്ക് ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് 205 ഹരിക്കണം 4. അപ്പോൾ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എത്രയാണ്? അപ്പോൾ നമ്മൾ 20 എടുത്തു. 20നെ 5 പ്രാവശ്യം അല്ലേ. 5 × 4 20.
അപ്പോൾ ഇവിടെ 0. ഇനി അടുത്തത് നമ്മൾ ഇറക്കിയിട്ടു 5. ഇനി 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 അല്ലേ. 1 × 4 4, ബാക്കി 1. അപ്പോൾ നമ്മൾ ഇനി ഇറക്കിടാനൊന്നുമില്ല. അപ്പോൾ ഒരു 0 ചേർത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഇട്ടു. ഇനി 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 പ്രാവശ്യം അല്ലേ. 2 × 4 8. അപ്പോൾ ബാക്കി എന്ത് വരും, 2. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 0 കൂടി ചേർത്തു. ഇനി 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 അല്ലേ. 5 × 4 20. അപ്പോൾ ഇവിടെ 20. അപ്പോൾ ബാലൻസ് 0. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി, 51.25 എന്ന് ഉത്തരം കിട്ടി അല്ലേ. അപ്പോൾ 4നെ 4 കൊണ്ട് നമ്മൾ 205നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 51.25 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് 51.25നെ / 10 ഉണ്ട് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തെഴുതാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പോയിന്റ് മാറ്റി എഴുതിയാൽ മതി. ഇനി മനസ്സിലാവാത്തവർക്ക് 51.25 / 10 കണ്ട ഈ 10. അപ്പോഴാണ് നമുക്ക് 5.125 ഉത്തരം കിട്ടും. യൂണിറ്റ് എന്താണ്, ഇത് മീറ്ററിലാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇതും മീറ്റർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിലടുത്ത ചോദ്യം കൂടി നോക്കാം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്, ദി പ്രൈസ് ഓഫ് 6 pens ഈസ് 40.50 rupees. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് 1 pen? അതായത് 6 പേനകളുടെ വില എത്രയാണ്, 40 രൂപ 50 പൈസ അല്ലേ. 40.50 രൂപ, അതായത് 40 രൂപ 50 പൈസ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? നമുക്ക് എളുപ്പം കാണാൻ പറ്റും അല്ലേ. 6 പേനയ്ക്ക് 40 രൂപ 50 പൈസ ആണെങ്കിൽ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 6 കൊണ്ട് അല്ലേ. 6 പേനയുടെ വിലയാണ്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേനയുടെ വില കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 6 പേനയുടെ വില. പ്രൈസ് ഓഫ് 6 pens, അതായത് 6 പേനയുടെ വില എത്രയാണ്? 6 പേനയുടെ വില 40 രൂപ 50 പൈസ അല്ലേ. അതായത് 40.50 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് 1 pen, ഒരു പേനയുടെ വില എത്രയായിരിക്കും? ഇത് 6 പേനയുടെ വിലയാണ്. അപ്പോൾ 40.50 നാം എന്ത് ചെയ്യണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, 6 പേനയുടെ വില 40 രൂപ 50 പൈസയാണ് അല്ലേ. അതായത് 40.50. നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സംഖ്യ വന്ന് ഒരു അക്കം വന്നു, അതിന് ശേഷം 0 വന്നു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല അല്ലേ. ഇപ്പോൾ ഞാനിവിടെ 5 ഇട്ട് ഞാൻ 500 ഇട്ട്, അല്ലെങ്കിൽ ഒരു 3 0 ഇട്ട്, അങ്ങനെ എത്ര 0 ഇട്ടാലും ഈ 0-ത്തിനൊന്നും വാല്യൂ ഇല്ല അല്ലേ. അപ്പോൾ നമുക്കിതിന് എന്തെന്ന് എഴുതാം, 40.5 എന്ന് എഴുതാം. മനസ്സിലായോ? ഇവിടെ 0 ഇട്ടാലും 0 ഇട്ടില്ലെങ്കിലും ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 40.5 എന്ന് ഇട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 0 വേണ്ട, 40.5/6 എന്ന് എഴുതാം. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 40.5/6 എന്തെന്ന് എഴുതാം, × 1/6. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്യാം, 40.5നെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം അല്ലേ. അപ്പോൾ എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? ഇവിടെ ദശാംശ സംഖ്യ സ്ഥാനം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഒരക്കാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 405 എത്ര കൊണ്ട് ഹരിക്കണം, 10 കൊണ്ട്. 10 × 1/6. ഇനി നമ്മളിത് ഒഴിവാക്കിയില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളിവിടെ 0 ഒഴിവാക്കിയില്ല, ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് വരും, ഇവിടെ 40 വരും അല്ലേ. 50 വരും. ഇവിടെ നമ്മൾ എന്ത് വേണം, അപ്പോൾ 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 100 കൊണ്ട് ഹരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ത് വന്നു, 4050 എന്ന് വരും. മനസ്സിലായില്ലേ, 4050. അപ്പോൾ നമുക്ക് ഹരിക്കണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലേ. 4050നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോഴാണെങ്കിലോ 405നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണിത് ഈ 0 ഇപ്പം തന്നെ കളഞ്ഞത്. ഇനി കളയാതെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. പക്ഷേ എന്താണ്, ഹരിക്കുമ്പോൾ കുറച്ചും കൂടി അല്പം കൂടി ഒരു ബുദ്ധിമുട്ട് വരും. വേറെ ഒന്നുമില്ല, 405നെ ഹരിക്കുന്നതിന് പകരം നമ്മൾ എന്തിനെ ഹരിക്കേണ്ടി വരും, 4050നെ ഹരിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 405/10 × 1/6 അല്ലേ. അപ്പോൾ നമുക്ക് 6 കൊണ്ട് ആദ്യം എന്തിനെ ഹരിക്കാം, 405നെ അങ്ങനെ ഹരിക്കാം. അപ്പോൾ എന്ത് വരും നോക്കിയേ, 405 ഹരിക്കണം 6. 4 ഹരിക്കാൻ പറ്റില്ല, ബാക്കി 40 എത്രയാണ്, 6 6 36 അല്ലേ. അപ്പോൾ 6 × 6 36, ബാക്കി 4. ഇനി അടുത്ത ആൾ ഇറക്കിയിട്ടു 5. ഇനി 6ൻ്റെ ടേബിൾ നോക്കാം, 6 6 36, 7 6 42 അല്ലേ. 7 7 × 6 42, മൈനസ് ചെയ്യുമ്പോൾ എത്ര വന്നു, 3. ഇനി നമുക്കിവിടെ ഇറക്കിടാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 0 ചേർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോയിന്റ് വിടുന്നു. ഇനി 30നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 5 30 അല്ലേ. 5 5 × 6 30.
0. അപ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടി? 67.5 ഉത്തരം കിട്ടി. അപ്പോൾ 405നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 67.5 കിട്ടി. 67.5 കിട്ടി. ഇനി നാം ഈ 67.5നെ ബൈ എത്രയുണ്ട് ഇവിടെ? 10 അല്ല, ഇവിടെ 10 ഉണ്ട്. ബൈ 10, അതായത് 6.75. ഒരു പോയിന്റ് ഇങ്ങോട്ട് നീക്കിയിട്ടു. അപ്പോൾ 6.75. ഇതെന്താണ് സംഭവം? ഒരു പേനയുടെ വിലയാണ് അല്ലേ? അപ്പോൾ ഒരു പേനയുടെ വില എത്രയാണ്? 6.6 രൂപ 75 പൈസ, അല്ലെങ്കിൽ 6.75 രൂപ. ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം. പേജ് നമ്പർ 52. അതിൽ ഒരു 2-3 ചോദ്യം കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. അതിൽ ഒരു പാത്രം, ആ പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് കുറച്ച് കുപ്പികളിലേക്ക് മാറ്റണം. അതായത് 0.45 ലിറ്റർ കൊള്ളുന്ന കുറച്ച് കുപ്പികളിലാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികൾ വേണ്ടി വരും? അതായത് ഇതൊരു പാത്രം, ഈ പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്. ഈ വെളിച്ചെണ്ണ എന്ത് ചെയ്യണം? നമുക്ക് ചെറിയ കുപ്പികളിലാക്കണം. അതിൻ്റെ അളവ് എത്രയാണ്? 0.45 ലിറ്ററുള്ള ചെറിയ ചെറിയ കുപ്പികളിലാക്കണം. അപ്പോൾ എത്ര കുപ്പികൾ നമുക്ക് വേണ്ടി വരും? ഈ അളവിനെ നാം എന്ത് ചെയ്യണം? ഈ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 4.05 എത്ര 0.45 ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം വോളിയം ഓഫ് കോക്കനട്ട് ഓയിൽ. വോളിയം ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ദി വെസൽ, അതായത് പാത്രത്തിലുള്ള വെളിച്ചെണ്ണയുടെ അളവ്. എത്രയാണ് വെളിച്ചെണ്ണയുടെ അളവ്? 4.05 ലിറ്റർ അല്ലേ? 0.5 ലിറ്റർ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോട്ടിൽസ് റിക്വയർഡ്, എത്ര ബോട്ടിൽ വേണം? 4.05 ലിറ്റർ ഉള്ളതിനെ നാം എത്ര അളവിലേക്ക് മാറ്റുന്നു? 0.45 അല്ലേ? വെളിച്ചെണ്ണ കൊള്ളാവുന്ന ചെറിയ കുപ്പികളിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര കുപ്പികൾ വേണമെന്ന് കൂട്ടും. ഇവിടെ എന്താണ് പ്രശ്നം? 4.05 ബൈ 0.45, അതായത് ഇവിടെ രണ്ടും ദശാംശ സംഖ്യകളാണ് അല്ലേ? രണ്ടും ഡെസിമൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ മുകളിലും അടിയിലും ദശാംശ സംഖ്യകളുള്ള നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്യുക. അപ്പോൾ എങ്ങനെ ചെയ്യണം? മുകളിലുള്ളതിന് ആദ്യം ചെയ്യുക, അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം. ഇതിനെയും ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യും 4.05നെ അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് 405 ബൈ 100 എന്ന് എഴുതാം അല്ലേ? ഹരിക്കണം എത്ര കൊണ്ട്? 0.45. ഇതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോഴോ ഇതിനെയും നമ്മൾ 100 കൊണ്ട് ഹരിക്കണം അല്ലേ? രണ്ട് അക്കങ്ങളുണ്ട് ഇവിടെ, പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്ത് വേണം? 45 ബൈ 100. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഇനി നാം എന്ത് വേണം? നാം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നല്ലേ? ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? മറിച്ചിട്ട് ഗുണിക്കുക അല്ലേ? അതായത് റെസിപ്രോക്കൽ, വ്യുൽക്രമം പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നാം ഇതിനെ 45 ബൈ 100 കൊണ്ട് ഹരിക്കുന്നതിന് പകരം അതിനെ മറിച്ചിട്ട് ഗുണിക്കാൻ പോകുന്നു. അപ്പോൾ എങ്ങനെ വരും? 405 ബൈ 100 ഹരിക്കണം എന്നുള്ളത് എന്തായി മാറും? ഇൻറ്റു. കണ്ട, ഇനി 100 മുകളിൽ പോകും. 100 ബൈ 45. ഇനി നമുക്ക് എളുപ്പമായി അല്ലേ? എന്താ? മുകളിൽ 100 ഉണ്ട്, അടിയിൽ 100 ഉണ്ട് അല്ലേ? അപ്പോൾ 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഹരിക്കാം. അപ്പോൾ അത് പോയി, ക്യാൻസലായിപ്പോയി. ഇനി ബാക്കി എന്താണ്? 405നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യാവുന്ന പോലെ ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ 405 ഹരിക്കണം 45. ആദ്യം 4 എടുക്കുക. 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 40 എടുത്തു. 40നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് 45 അല്ലേ? അപ്പോൾ നമ്മൾ 405 എടുക്കണം. അപ്പോൾ 405നെ 45 കൊണ്ട് എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അല്ലേ? അപ്പോൾ നാം എന്ത് ചെയ്യണം നോക്കിയാൽ, ഇപ്പോൾ നോക്കിയാൽ 45 × 10 എത്ര വരും? 450 വരും അല്ലേ? 450 വരും. ഇവിടെ എത്രയുള്ളൂ? 405 ഉള്ളൂ. അപ്പോൾ 10ന്റെ തൊട്ടടിയിലുള്ള ഏതോ സംഖ്യയാണ് അല്ലേ? 10ന്റെ താഴെയുള്ള സംഖ്യ നോക്കിയാൽ ഇവിടെ 450 അല്ലേ? നമ്മൾ 45 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 450ൽ നിന്ന് ഒരു 45 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 405 കിട്ടും അല്ലേ? മനസ്സിലായില്ലേ? അതായത് 450ൽ നിന്ന് മൈനസ് 45 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 405 കിട്ടി. അപ്പോൾ 10ൽ നിന്ന് ഒരു 45 പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 10ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 9.
അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് 45 × 9 ഒന്ന് ഗുണിച്ച് നോക്കാം സൈഡിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 9 × 45 9 × 45 5 ബാക്കി 4 9 4 36 4 40. അപ്പോൾ 9 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 405/45 എത്ര കിട്ടി? 9. അപ്പോൾ 9 കുപ്പികളിലാക്കാം ഏത്? ഈ വെളിച്ചെണ്ണ. മനസ്സിലായില്ലേ? അപ്പോൾ 9 നമ്പേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? 17.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി, ഒരു അയൺ റോഡ്. ആ അയൺ റോഡ് എന്ത് ചെയ്യുന്നു? 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ എത്ര കഷ്ണങ്ങളുണ്ട്? അല്ല, നമ്മൾ സാധാരണ ചെയ്യാറുള്ള ചോദ്യങ്ങൾ പോലത്തെ ചോദ്യം തന്നെയാണത്. ആ 17.5 നാം എന്ത് ചെയ്യണം? എത്ര മീറ്ററിലുള്ള കഷ്ണങ്ങളാക്കുന്നത്? 2.5 അല്ലേ? അപ്പോൾ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം കമ്പിയുടെ ആകെ നീളം. ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോഡ്, അതായത് കമ്പിയുടെ ആകെ നീളം. ആകെ എത്ര നീളമുണ്ട് കമ്പിക്ക്? 17.5 മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര പീസുകൾ കിട്ടുമോ ഇന്ന്? 17.5 മീറ്റർ നീളമുള്ള കമ്പിയെ എത്ര നീളമുള്ള പീസാക്കുന്നു നമ്മൾ? 2.5 മീറ്റർ നീളമുള്ള പീസാക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ നാം നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ രണ്ടിലും അടിയിലും മുകളിൽ എന്താണ്? ഡെസിമൽ നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ രണ്ടിനെയും നാം എന്ത് ചെയ്യണം? ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാം? 17.5നെ 175/10 ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 2.5 അല്ലേ? അപ്പോൾ 2.5നെ എങ്ങനെ മാറ്റാം? 25/10. ഇനി നാം എന്ത് ചെയ്യും? ഹരിക്കുന്നതിന് പകരം ഭിന്നസംഖ്യയാണ് മറിച്ചിട്ട് ഗുണിക്കുക അല്ലേ? അപ്പം 175/10 അതിനെ നാം എന്ത് ചെയ്യണം? ഇൻറ്റു ആരെ കൊണ്ട്? 10/25 മറിച്ചിടുന്നു അല്ലേ? ഇനി നമുക്ക് നേരത്തെ ചെയ്തോ അതേപോലെ തന്നെ നോക്കിയാൽ മുകളിൽ 10 ഉണ്ട്, അവിടെ 100 ആയിരുന്നു, അതിന് പകരം ഇവിടെ 10, ഇവിടെയും 10. രണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്താണ്? 175 ഹരിക്കണം 25 അല്ലേ? അപ്പോൾ 175 ഹരിക്കണം 25 അല്ലേ? 25 × 4 100 നമുക്കറിയാം അല്ലേ? 25 × 4 എത്രയാണ്? 100 നമുക്കറിയാം, എളുപ്പത്തിൽ അറിയാം അല്ലേ? 25 × 8 എത്രയാണ്? അപ്പോൾ 200 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 175 എത്ര 25 എന്തായിരിക്കും? അപ്പോൾ 8ൻ്റെ തൊട്ട് താഴെയുള്ളത്, അതായത് 7. അപ്പോൾ 7 × 25 175. അപ്പോൾ നമ്മളിവിടെ 175/25 എത്ര കിട്ടി? 7. അപ്പോൾ എത്ര കമ്പികൾ നമുക്ക് കിട്ടും? 7 കമ്പികൾ, 7 നമ്പേഴ്സ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്കതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. അതിലെ സാധനം മുളക് പൊടി ആകുന്നു, അല്ലെങ്കിൽ കമ്പി ആകുന്നു, അല്ലെങ്കിൽ പാൽപ്പൊടി ആകുന്നു, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആകുന്നു. ഇത്രയും വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അല്ലേ? നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നാം ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചോദ്യം? 6.5 കിലോഗ്രാം ചില്ലി പൗഡർ അല്ലേ? മുളക് പൊടി 6.5 കിലോഗ്രാം മുളക് പൊടി 0.25 കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കുന്നു. എത്ര പാക്കറ്റ് വേണം? 6.5 നാം എന്ത് വേണം? 0.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ ഒരേ മെത്തേഡ് തന്നെ. അപ്പോൾ നമുക്ക് എഴുതാം മുളക് പൊടിയുടെ ആകെ അളവ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ചില്ലി പൗഡർ, അതായത് മുളക് പൊടിയുടെ ആകെ അളവ് എത്ര കിലോ മുളക് പൊടി ഉണ്ട്? 6.5 കിലോഗ്രാം. ഇനി നമ്പർ ഓഫ് പാക്കറ്റ്സ്, അങ്ങനെ എത്ര പാക്കറ്റുകൾ ഉണ്ടാവും? 6.5 കിലോഗ്രാം മുളക് പൊടിയെ എന്ത് ചെയ്യുന്നു? 0.25 കിലോഗ്രാം വീതം കൊള്ളുന്ന പാക്കറ്റുകളിലാക്കുന്നു അല്ലേ? അപ്പോൾ ഹരിക്കണം 0.25. അപ്പോൾ ഇവിടെ നാം നേരത്തെ ചെയ്തപ്പോൾ അതേപോലെ തന്നെ ആദ്യം 6.5നെ ഫ്രാക്ഷൻ ആക്കുന്നു. അപ്പോൾ 65/10 ഹരിക്കണം. ഇനി 0.25നെ അല്ലേ? അപ്പോൾ നമുക്ക് 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ 25/12 അല്ലേ? ദശാംശസ്ഥാനത്ത് 2 അക്കങ്ങളുണ്ട്, അപ്പോൾ 100. ഇനി നമ്മൾ എന്താ ചെയ്യാം? ഹരിക്കുന്നതിന് വരെ മറിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 65/10 ഹരിക്കണം എന്നുള്ളത് ഇൻറ്റു 100/25. ഇനി ഇവിടെ നോക്കിയേ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല. ഇവിടെ 100 ആണ്, ഇവിടെ അടിയിൽ 10 അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അത് 100ൽ എത്ര 10 ഉണ്ട്? 10 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 0 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 100ൽ 10 ആണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ എന്തൊക്കെ ഉണ്ട്? 65 × 10 അല്ലേ? അപ്പോൾ 65 × 10 എത്രയാണ്? 650 അല്ലേ?
അപ്പോൾ 650 ബൈ അടിയിൽ എന്താ ഉള്ളത് 25. അപ്പോൾ നമുക്ക് 650 ബൈ 25 650 ഹരിക്കണം 25. 6 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബാക്കി 65. 65 25 എത്ര പ്രാവശ്യം പോകും? 25 × 2 50 ആണ് അല്ലേ, 50. പിന്നെ അടുത്ത് 3 ആകുമ്പോൾ 75. അപ്പോൾ നമുക്ക് 2 × 25 50 മൈനസ് ചെയ്യുമ്പോൾ 5 1 15. ഇനി 0 അരക്കിട്ടു. ഇനി 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 4 ആകുമ്പോൾ 100 അല്ലേ, പിന്നെ ഒരു 50 കൂടി ഉണ്ട്, അപ്പോൾ 2, അപ്പോൾ 4 2 6. അപ്പോൾ 6 25 കൂടി കഴിഞ്ഞാൽ 150 ആവാം. അപ്പോൾ 0. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 26. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ 26 പാക്കറ്റ്. അപ്പോൾ ഈ മുളക് പൊടി 26 ചെറിയ പാക്കറ്റുകളിലാക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ആഴ്ച, അതായത് 3-ാം തീയതി 4-ാം തീയതിയോട് കൂടിയിട്ട് നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ് അല്ലേ, ഓണപ്പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, പ്രത്യേകിച്ച് മാത്സിൽ നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.